ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുബാറക്കായ അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് കലാം എന്ന് പറയുന്ന സിഫത്ത് വിശേഷണമുണ്ട് എന്നുള്ളത് പറയുന്ന ആ സമയത്ത് മറ്റുള്ള അഹ്ലുസുന്നയുടെ അഇമ്മത്തുകളുടെ രീതി, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിനെ ഊന്നി പറയലുണ്ടവർ. അതിന് കാരണം മുസ്ലിം ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക്, ആ മൻഹജിന് കടുക വിരുദ്ധമായി മുഅ്തസിലികളായ ആളുകൾ, ഹവന്റെയും ബിദ്അത്തിന്റെയും ആളുകൾ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നവരെ പ്രചരിപ്പിച്ചിരുന്നു. അവരത് പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന ശക്തരും സമർത്ഥരുമായ ഭരണാധികാരികളുടെ സഹായം അവർക്കതിന് ലഭിച്ചിരുന്നു. അങ്ങനെ ശക്തരായ ഭരണാധികാരികളുടെ അവരുടെ അധികാരത്തിന്റെ പിൻബലത്തോടുകൂടെ ളലാലത്തിന്റെ ആളുകൾ അഹ്ലുസുന്നയുടെ ഇമ്മത്തുകളെ, ഉലമാക്കളെ, മുഹദ്ദിസീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് ഇത് തുടങ്ങിയത്, അവൻ സംസാരിച്ചു തുടങ്ങിയതാണ്. ഖിയാമത്ത് നാളിൽ ആ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും അതിൽ പറഞ്ഞ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും ജനങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ ഖുർആനുകളുടെ ഏടുകളിൽ നിന്ന്, പേജുകളിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ ഖുർആൻ ഉയർത്തപ്പെടുകയും ചെയ്യും, ജനങ്ങൾക്ക് അതിന് ആവശ്യമില്ലാതെ വരുമ്പോൾ. വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പരിഭവം പറയും പ്രവാചകൻ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട്, എന്റെ ജനങ്ങൾ ഈ ഖുർആൻ അത് ഒഴിവാക്കി വെടിഞ്ഞു, അതിന്റെ മുന്നിൽ പുറംതിരിഞ്ഞു നിന്നു, സ്വീകരിക്കാതെ പോയി എന്ന്. അങ്ങനത്തെ ഒരു ഘട്ടം ഈ ഖുർആന് വരുന്നുണ്ട്. ഏതാണെങ്കിലും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്ന വ്യക്തമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ അഖീദ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് മുഴുവനും കേട്ടതും പഠിച്ചതും അതാണ്. അവർക്ക് ആർക്കും അതിൽ സംശയമുണ്ടായിട്ടില്ല. ഹിജ്റ 300 കാലഘട്ടം വരുന്നത് വരെ, ഏകദേശം ആ കാലഘട്ടം വരെ, 200 കാലഘട്ടം വരുന്ന ഏതാണെങ്കിലും അവർക്കാർക്കും സംശയമില്ലാതെ ളലാലത്തിന്റെ ആളുകൾ കടന്നുകൂടി ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഇമ്മത്തുകൾ അവരുടെ ആ ളലാലത്തിന്റെ മുന്നിൽ അവർക്ക് വിലങ്ങുതടിയായി നിന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അതിന് അവർക്ക് അവരുടെ അഭിമാനവും അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അത് മുഴുവനും അവർക്ക് ബലി നൽകേണ്ടി വന്നു. അതിന്റെ മുന്നിൽ അവർക്ക് ഇമാമായി നിന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അതിൽ നേരിടേണ്ടി വന്ന ദുരിതപൂർവമായ അവസ്ഥകൾ കഴിഞ്ഞ സദസ്സിൽ അല്പഭാഗം നമ്മൾ വായിച്ച് കേട്ടിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് വീണ്ടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പറയുന്ന ഇമ്മത്തുകൾ സഞ്ചരിച്ച, അവർ മനസ്സിലാക്കി വിശ്വസിച്ച് പിന്തുടർന്നു പോയ ആ മാർഗത്തിൽ ജീവിച്ച് പിന്തുടർന്നു പോവാൻ, അതിലായി മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. വലമ്മ ഹുമില മിൻ ദാരിൽ ഖിലാഫത്തി ഇലാ ദാരി ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം വഹുവ സായിമുൻ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ചാട്ടവാറുകൾ കൊണ്ട് ഒരുപാട് അടിക്കപ്പെട്ടു. പല സമയത്തും അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഖലീഫയുടെ മുഅ്തസിമിന്റെ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് ക്ഷീണിതനായ, മർദ്ദിതനായ, വളരെ തളർന്ന ഈ മനുഷ്യനെ അവിടുത്തെ ജോലിക്കാർ, അവിടുത്തെ പട്ടാളക്കാരുടെ അവിടുത്തെ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ജോലിക്കാരെ അദ്ദേഹത്തിന് ഖലീഫയുടെ വീട്ടിൽ നിന്ന്, അവിടുത്തെ ഗവർണറായിരുന്ന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി.
വഹുവ സായിമൻ, അദ്ദേഹം നോമ്പുകാരനായിരുന്നു. റമദാൻ മാസമാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അങ്ങനെ അതോഹു ബി സവീഖിൻ ലിയുഫ്തിറ മിനസ് സൗം, നോമ്പ് മുറിക്കാൻ വേണ്ടി സവീഖ് എന്ന് പറയുന്ന ആ വിഭവം, ഒരു ഭക്ഷണ സാധനം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് നൽകപ്പെട്ടു. ധാന്യങ്ങളുടെ പൊടി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന അതും, ചിലപ്പോൾ നെയ്യ്, ചിലപ്പോൾ തേന്, ചിലപ്പോൾ ഈത്തപ്പഴം, ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണത്. സാധാരണ അവർ കഴിക്കുന്ന ഒരു വിഭവമാണ്. അത് കൊണ്ടുവരപ്പെട്ടു അദ്ദേഹത്തിന്. ഫംതന മിൻ ദാലിക, അദ്ദേഹം നോമ്പ് മുറിക്കാനോ അത് കഴിക്കാനോ സമ്മതിച്ചില്ല. നോമ്പ് മുറിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹം അത് കഴിച്ചില്ല. വഅതമ്മ സൗമഹു, ഇത്തര പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ദിവസത്തെ നോമ്പ് അദ്ദേഹം പൂർത്തിയാക്കി. വഹീന ഹദറത്ത് സ്വലാത്തു ളുഹ്രി സ്വല്ലാ മഅഹും, ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം വന്ന സമയത്ത് അവരോട് കൂടെ ജമാഅത്തായിട്ട് അദ്ദേഹം നിസ്കരിച്ചു. ഫഖാല ലഹു ബനു സമാഅത്തുൽ ഖാദി, അവിടെ ഉണ്ടായിരുന്ന ഖാദി ഇബ്നു സമാഅ പറഞ്ഞു, സല്ലൈത ഫീ ദമിക്, ഈ രക്തം പുരണ്ട വസ്ത്രം ആ ശരീരത്തോട് കൂടെ നീ നിസ്കരിച്ചു എന്ന്, നജസല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ ആ മനുഷ്യരോട് പറഞ്ഞു, സഹാബത്തൊക്കെ യുദ്ധത്തിൽ ഇങ്ങനെ ഒരുപാട് മുറിവുകളും പ്രയാസങ്ങളും വട്ടും കുത്തും ഏൽക്കുന്ന സമയത്ത് അവർ നിസ്കരിച്ചിട്ടുണ്ട് ആ ശരീര വസ്ത്രത്തോടു കൂടെ, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഫസക്കത്ത, അപ്പോൾ ആ മനുഷ്യൻ പിന്നെ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. അങ്ങനെ വയുർവ അന്നഹു ലമ്മാ ഉഖീമ ലിയുദ്റബ്, അടിക്കപ്പെടാൻ വേണ്ടി, ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെടാൻ വേണ്ടി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹത്തിന്റെ ഖമീസൊക്കെ ഊരി വെറും ഒരു നീളമുള്ള സിർവാൽ, ഫാന്റ് പോലത്തെ, അങ്ങനത്തെ ട്രൗസർ പോലത്തെ നീളമുള്ള അത് മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിർത്തപ്പെട്ടപ്പോൾ തിക്കത്തു സറാവീലിഹി, അദ്ദേഹത്തിന്റെ ആ ട്രൗസറിന്റെ കയറ് അത് മുറിഞ്ഞുപോയി. ഫഖശിയ അൻ യസ്കുത സറാവീലുഹു, അദ്ദേഹത്തിന്റെ ആ വസ്ത്രം, ആകെയുള്ള വസ്ത്രം അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് താന്നു പോകുമെന്ന് പേടിച്ചു, കയർ മുറിഞ്ഞപ്പോൾ. ഫതക്ഷിഫ ഔറതുഹു, അങ്ങനെ ഔറത്ത് വെളിവാകുമെന്ന് പേടിച്ചു. ഫഹറക ശഫതൈഹി ഫദഅ അല്ലാഹ്, അദ്ദേഹത്തിന്റെ രണ്ട് ചുണ്ടനക്കി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫആദ സറാവീലുഹു കമാ കാൻ, അതിന്റെ കയർ മുറിഞ്ഞിട്ടും അത് താഴ്ന്നു പോകാതെ, ഔറത്ത് വെളിവാകാതെ പൂർവാധികം അതുപോലത്തെ നിലക്ക് ശരീരത്തിൽ അത് നിന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നു. ഏതാണെങ്കിലും വലമ്മ റജാ ഇലാ മൻസിലിഹി, അങ്ങനെ ഈ ഗവർണറുടെ വീട്ടിൽ നിന്ന് വീണ്ടും സ്വന്തം വീട്ടിലേക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞയക്കപ്പെട്ടു, മടങ്ങിപ്പോയി. ജാഅഹുൽ ജറായിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകൾ വന്നു. ഫഖതഅ ലഹ്മൻ മയ്യത്തൻ മിൻ ജസദിഹി, ശരീരത്തിൽ ഈ അടികെട്ടി നശിച്ചുപോയ, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു മാംസപിണ്ഡമുണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വജഅല യുദാവിഹി, ചികിത്സിക്കാൻ തുടങ്ങി. വന്നാഇബു യബ്അഥു ഫീ കുല്ലി വഖ്തിൻ യസ്അലുഹു, ഗവർണർ അഥവാ ഖലീഫയുടെ ഗവർണർ എല്ലാ ദിവസവും ആളുകളെ പറഞ്ഞയക്കും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് വിവരങ്ങൾ അന്വേഷിക്കാൻ. വദാലിക അന്നൽ മുഅ്തസിമ നദിമ അലാ മാ കാന മിൻഹു ഇലാ അഹ്മദ നദമൻ കസീറൻ, മുഅ്തസിം എന്ന് പറയുന്ന ഖലീഫക്ക് ഈ ചെയ്ത തെറ്റിൽ ഈ മഹാനായ ഈ ഇമാമിനെ, ഈ പണ്ഡിതനെ ഇതുപോലെ തടിയടിച്ചത് അസഹ്യമായ ഖേദം പിടിപെട്ടു, വേണ്ടില്ലാത്തതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. ആദ്യം തന്നെ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. മറ്റുള്ള ആളുകളുടെ കയ്യിൽ പെട്ട ഒരു പ്രതിയായതുകൊണ്ടാണ് അഹ്മദെ നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്, ഈ കേസ് ഞാൻ എടുക്കുന്നത് എന്ന് ആദ്യം തന്നെ മുഅ്തസിം പറഞ്ഞിരുന്നു. അതിന്റെ പുറമെ പല അവസരങ്ങളും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഏതെങ്കിലും നിലക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ മുഅ്തസിം പലതും ശ്രമിച്ചു. പക്ഷേ ആ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകൾ, ഗവർണറും മറ്റുള്ള ആളുകളും ആ മനുഷ്യനെ, ഭരണാധികാരിയെ പ്രേരിപ്പിച്ച് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച് അങ്ങനെയാണ് പിന്നീട് ശിക്ഷിക്കേണ്ടത് വന്നത്. മുഅ്തസിമിന് ആദ്യം തന്നെ ഇതിൽ വല്ലാത്ത സങ്കടവും ഖേദമുണ്ടായിരുന്നു. വജഅല യസ്അലു നായിബ അൻഹു വന്നായിബു യസ്തഅമിലു ഖബറഹു, ദിവസം ഖലീഫ അദ്ദേഹത്തിന്റെ ഗവർണറോട് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ വിവരം അന്വേഷിക്കുമായിരുന്നു, മരണപ്പെടുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നവർക്ക്. ഫലമ്മാ ഉഫിയ ഫരിഹൽ മുഅ്തസിമു വൽ മുസ്ലിമൂന ബിദാലിക, അങ്ങനെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിക്ക് ആശ്വാസമായി, അസുഖമൊക്കെ സുഖമായി എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരി ഖലീഫയും മറ്റുള്ള മുസ്ലിമീങ്ങൾക്കും വല്ലാത്ത സന്തോഷമായി. അങ്ങനെ വലമ്മ ഷഫാഹുല്ലാഹു ബിൽ ആഫിയ, അദ്ദേഹത്തിന് ശരീരം മുഴുവനും ആശ്വാസമായെങ്കിലും ബഖിയ മുദ്ദത്തൻ വ ഇബ്ഹാമാഹു യുദീഹിമ അൽ ബർദ്, രണ്ട് തള്ളവിരലും അതിൽ തണുപ്പ് പിടിപെട്ടുകൊണ്ട് ശരീരത്തിൽ രക്തോട്ടം നിന്ന് അങ്ങനെ ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും വജഅല കുല്ല മൻ ആദാഹു ഫി ഹില്ലിൻ ഇല്ലാ അഹ്ലൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളല്ലാത്ത ഇബ്നു അബീ ദുആദ് പോലത്തെ ലലാലത്തിന്റെ ഈ പണ്ഡിതന്മാരും ആളുകളും അല്ലാത്തവർക്ക് മുഴുവനും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മാപ്പ് കൊടുത്തു, അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. മുഅ്തസിം എന്ന് പറഞ്ഞ ഖലീഫക്കടക്കം അദ്ദേഹം അവർക്ക് മുഴുവൻ ലലാലത്തിന്റെ ബിദ്അത്തിന്റെ ആളുകൾ, അറിഞ്ഞുകൊണ്ട് കളിച്ച ലലാലത്തിന്റെ ചീത്ത പണ്ഡിതന്മാർ, അവരെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് അവരോട് ചോദിക്കാൻ വേണ്ടി, പകരം ചോദിക്കാൻ മാത്രം ബാക്കി വെച്ച് മറ്റുള്ളവർക്ക് മാപ്പ് നൽകി. വകാന യത്ലൂ ഫീ ദാലിക ഖൗലഹു തആല വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകുകയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും എന്ന് പ്രേരിപ്പിക്കുന്ന ആയത്ത് അദ്ദേഹം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പാരായണം ചെയ്യുമായിരുന്നു. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, വല്ലാഹു ഗഫൂറുർ റഹീം എന്നുള്ള ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു. വകാന അല്ലദീന സബതു അലൽ മിഹന, ഈ ദുരിതപൂർണമായ ഈ ഒരു അവസ്ഥയിൽ ലലാലത്തിന്റെ ആളുകളുടെ ഈ വഴിപേച്ച വാദഗതിയിൽ അവർക്ക് വാക്ക് കൊടുക്കാതെ സത്യത്തിന്റെ മുന്നിൽ ഉറച്ചു നിന്നത് 4 ആളുകൾ മാത്രമാണ്, അറിയപ്പെട്ട പ്രമുഖരായ 4 ആളുകൾ.
ഫലം യുജീബു ബിൽ കുല്ലിയത്തി അർബ, പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഭരണാധികാരിയും ദലാലത്തിന്റെ പണ്ഡിതന്മാരും മുഅ്തസിലത്തിന്റെ വാദഗതി ഖുർആൻ മഖ്ലൂഖാണ് എന്ന് ഒരിക്കലും പറയാതെ വിസമ്മതിച്ചെന്ന് 4 ആളുകൾ. ഏറ്റവും ആദ്യം അഹ്മദ് ബിൻ ഹംബൽ ഹുവ റഈസുഹും, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ നൂഹ് ബിൻ മൈമൂൻ അൽ ജുന്ദൈസാബൂരി എന്ന് പറയുന്ന അദ്ദേഹവും വമാത ഫി ത്വരീഖി ഹീന ദഹബ ഹുവ വ അഹ്മദ് ഇലൽ മഅ്മൂൻ, അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ നൂഹിനെയും കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് മരണപ്പെട്ടു. മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ല, ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മേൽ മയ്യത്ത് നിസ്കരിച്ചു. വനുഐം ബിൻ ഹമ്മാദ് അൽ ഖുസായി റഹിമഹുല്ല, അദ്ദേഹം തന്നെ അവർ പറഞ്ഞ വാക്ക് സമ്മതിക്കാതെ സത്യത്തിൽ ഉറച്ചു നിന്നു. വഖദ് മാത ഫി സിജിൻ, ജയിലിൽ കടന്ന് മരണപ്പെട്ടു. അബൂ യാഖൂബ് അൽ ബുവൈത്തി വഖദ് മാത ഫി സിജിനിൽ വാസിഖ്, വാസിഖിന്റെ ജയിലിൽ വെച്ച് അദ്ദേഹവും മരണപ്പെട്ടു. അങ്ങനെ പിന്നെ അവസാനം ഇതിൽ ശേഷിച്ചത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാകുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ അഇമ്മത്തുകൾ പലരും അദ്ദേഹത്തെ പ്രശംസിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. വഖാല ഇസ്മായിൽ ബിൻ ഖലീൽ വഖാല അൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലമ്മാ ദുരിബ അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അടിക്കപ്പെടുന്ന സമയത്ത് കുന്നാ ബിൽ ബസ്റ, ഞങ്ങൾ ബസ്റയിലാണ്, ബഗ്ദാദിലാണ് ഈ സംഭവം നടക്കുന്നത്, ഞങ്ങൾ ബസ്റയിലാണ്. അപ്പോൾ ഫസമിഅതു അബുൽ വലീദ് തയാലിസി, അബുൽ വലീദ് തയാലിസി റഹ്മത്തുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. ഇമാം ബുഖാരി പറയാണ്, യഖൂലു ലൗ കാന അഹ്മദു ഫീ ബനി ഇസ്രായീല കാന ഉഹദൂസ, ഇമാം അഹ്മദ് എങ്ങാനും ബനു ഇസ്രായേലിലുള്ള ഒരു പണ്ഡിതനാണെങ്കിൽ ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം, ഒരു അത്ഭുതമായിരുന്നു ആളുകൾക്ക്. വഖാല ഇസ്മായിൽ ബിൻ ഖലീൽ റഹിമഹുല്ലാ പറഞ്ഞു, ലൗ കാന അഹ്മദ് ഫീ ബനി ഇസ്രായീല ലകാന നബിയൻ, ഇമാം അഹ്മദ് ബനു ഇസ്രായേലാണെങ്കിൽ ഒരു നബിയായിരിക്കും. ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം പിന്നീട് ഖിയാമത്ത് നാൾ വരെ മറ്റൊരു നബിയില്ല, അവരിലാണെങ്കിൽ അദ്ദേഹം ഒരു നബിയായിരിക്കും. അത്ര സ്ഥാനമുള്ള, അത്ര തഖ്വയുള്ള ഈമാനുള്ള ആളാണ് എന്നുള്ള അർത്ഥത്തിൽ. ഹർമല റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സമയത്ത് ഷാഫിഇയ്യ, ഇമാം ഷാഫിഇ ഞാൻ കേട്ടു, യഖൂലു പറയുന്നത്, ഖറജതു മിനൽ ഇറാഖി ഫമാ തറക്തു ബിഹാ റജുലൻ അഫ്ളൽ, ഞാൻ ഇറാഖിൽ നിന്ന് പോന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇറാഖിൽ നിന്ന് മിസ്റിലേക്ക് പോയി അവസാന കാലത്ത്. ഇറാഖിൽ നിന്ന് ഞാൻ പോരുന്ന സമയത്ത് ആ ഇറാഖിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല റജുലൻ അഫ്ളലായി, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യന്, ഏറ്റവും അറിവുള്ള, ഏറ്റവും സൂക്ഷ്മതയുള്ള, ഏറ്റവും തഖ്വയുള്ള, മിൻ അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ നീലർ. വഖാല ശൈഖ് അഹ്മദ് ബിൻ യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ, മാ ഖദിമ അലാ ബഗ്ദാദ അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശൈഖായ യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ റഹ്മഹുല്ലാ പറഞ്ഞു, ബഗ്ദാദിലേക്ക് അഹ്മദ് ബിൻ ഹംബലിലേറെ ഏറ്റവും ഉത്തമരായ ഒരു മനുഷ്യന്മാർ അവിടെ വന്നിട്ടില്ല, ബഗ്ദാദിൽ എന്റെ അടുത്ത് വന്നിട്ടില്ല, പഠിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്ന്. ബിശ്റുൽ ഹാഫി റഹ്മഹുല്ലാ പറഞ്ഞു, ബഅദമാ ദുരിബ അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന് അടിക്കപ്പെട്ടതിന്റെ ശേഷം, ഉദ്ഖില അഹ്മദുൽ കീർ ഫഖറജ ദഹബൻ അഹ്മർ, അഹ്മദിനെ ഈ വെള്ളിയും സ്വർണമൊക്കെ ഒരുക്കുന്ന തട്ടാന്മാരുടെ അടുത്തുള്ള ആ തീയില്, കീർ എന്ന് പറയുന്ന എന്താണ് അതിന് പറയാ, അതിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, ഉരുക്കി എന്നർത്ഥം. ഫഖറജ ദഹബൻ അഹ്മർ, ചുവന്ന പൊന്നായിട്ട്, തങ്കമായിട്ട് പുറത്തു വന്നു, ഈമാനിന്റെ കടുകട്ടിയുള്ള കീടമായിട്ട് പുറത്തു വന്നു. ഇസ്ഹാഖ് ബിൻ റാഹൂയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്മദ് ഹുജ്ജത്തുൻ ബൈനല്ലാഹി വബൈന അബീദിഹി ഫീ അർളിഹി, അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിന്റെയും അവന്റെ അടിമകളുടെയും ഇടയിലുള്ള ഒരു രേഖയാണ്, ഒരു തെളിവാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അവന്റെ ദീന് മനസ്സിലാക്കാനുള്ള വ്യക്തമായ ഒരു ഹുജ്ജത്ത്, ഒരു തെളിവാണ് അഹ്മദ് ബിൻ ഹംബലി എന്ന്. യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, മറ്റ് പല പണ്ഡിതന്മാരിലും ഇത്ര കാര്യങ്ങൾ ഒരുമിച്ച് കൂടാത്ത പല കാര്യങ്ങൾ. അദ്ദേഹം ഒരു മുഹദ്ദിസായിരുന്നു, ഹദീസ് പണ്ഡിതൻ. അദ്ദേഹം ഹാഫിളായിരുന്നു, ഖുർആനിന്റെ ഹാഫിളാണ്, ഹദീസിന്റെയും ഹാഫിളായിരുന്നു. വക്കാന ആലിമൻ, അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. വക്കാന വരിഅൻ, വളരെ സൂക്ഷ്മത പാലിക്കുന്ന ആളായിരുന്നു. വക്കാന സാഹിദൻ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു, വിരക്തിയുള്ളവനായിരുന്നു. വക്കാന ആഖിലൻ, അതിൻ്റെയൊക്കെ പറഞ്ഞ നല്ല ബുദ്ധി തൻ്റെയുള്ള ആളാണ്. ചില ആളുകൾക്ക് എൽമുണ്ടാകും, അത്ര ബുദ്ധി ഉണ്ടാകൂല, കാര്യങ്ങൾ പക്വതയോടെ മനസ്സിലാക്കാൻ അവർ പലപ്പോഴും ഉപയോഗപ്പെടുത്തുകയില്ല. അങ്ങനെയല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ സഞ്ചരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു വിധാനത്തിലേക്ക്, ലെവലിലേക്ക് എത്താൻ നമ്മളെ പോലത്തോട് കൊണ്ട് കഴിയുകയില്ല. യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു. അങ്ങനെ ഏതാണെങ്കിലും ഖലീഫയുടെ വീട്ടിൽ നിന്ന് ഗവർണർ വീട്ടിലേക്ക് പോയി, അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആശ്വാസവും ശമനവും നൽകി. വഅൽസമ മൻസിലഹു ഫലാ യഖ്റുജു മിൻഹു ഇലാ ജുമുഅത്തിൻ വലാ ജമാഅ, അദ്ദേഹം വീട്ടിൽ കഴിച്ചുകൂട്ടി. ദീന് പഠിപ്പിച്ചു കൊടുക്കാനോ ജുമാ നിസ്കാരത്തിനോ ജമാഅത്തിനോ വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഭരണാധികാരി മുഅ്തസിമും അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ ശേഷം വന്ന മകനായ വാസിഖും പുറത്തു പോകരുതേ, ജുമാക്കും ജമാഅത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് കൂടി ഇടപെടാനോ പോകരുതേ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിന് പോകാൻ പറ്റാത്ത ഉദർ, വ്യക്തമായ ഉദറുണ്ടായതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന് അല്പം ഭൂമി, വീടുകളൊക്കെ ഉണ്ട്, ചെറിയ വീടുകൾ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന വാടകയായിരുന്നു അവരുടെ ജീവിതമാർഗം. എല്ലാ മാസത്തിലും 17 ദിർഹമായിരുന്നു അതിന് വാടക ലഭിച്ചിരുന്നത്. ഷാബി എന്ന് അറബി നാടുകളിലൊക്കെ പറയുന്ന ഗ്രാമീണമായ ചെറിയ ചെറിയ വീടുകൾ,
ആ കിട്ടുന്ന 17 ദിർഹം, മാസത്തിൽ നിന്ന് കിട്ടുന്ന 17 ദിർഹമൊക്കെയായിരുന്നു കുടുംബത്തിന് ചെലവാക്കിയിരുന്നത്. റഹിമഹുല്ലാ സാബിറൻ മുഹ്തസിബൻ, ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു. വലം യസൽ കദാലിക മുദ്ദത ഖിലാഫത്തിൽ മുഅ്തസിമി വകദാലിക ഫി അയ്യാമി ഇബ്നിഹി മുഹമ്മദിനിൽ വാസിഖ്, മുഅ്തസിമിന്റെയും വാസിഖിന്റെയും കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. അങ്ങനെ വാസിഖ് മരണപ്പെട്ടതിന്റെ ശേഷം ഫലമ്മാ ഉല്ലിയൽ മുത്തവക്കിൽ റഹിമഹുല്ലാ, മുത്തവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരി വന്നു. അൽ ഖിലാഫ ഇസ്തബ്ശറ അന്നാസു ബിവിലായതിഹി, മുതവക്കിലിന്റെ അധികാരം അദ്ദേഹം ഖലീഫയായി വന്നപ്പോൾ അഹ്ലുസുന്നന്റെ ആളുകൾ പ്രത്യേകിച്ച് അവർ സന്തോഷിച്ചു. ഫഇന്നഹു കാന മുഹിബ്ബൻ ലിസുന്നതി വഅഹ്ലിഹാ, അദ്ദേഹം സുന്നത്തിനെയും അതിന്റെ ആളുകളെയും സ്നേഹിക്കുന്ന ആളായിരുന്നു മുത്തവക്കിൽ. മഅ്മൂൻ കഴിഞ്ഞു, മുഅ്തസിം കഴിഞ്ഞു, വാസിഖും പോയി. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ ആദർശം നിലനിന്നു. ആദർശത്തിനെ സംരക്ഷിക്കുന്ന മാന്യനായ ആദരണീയനായ സുന്നത്തിനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഭരണാധികാരി അല്ലാഹു അക്രമാക്കി. ഇതാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. ചിലപ്പോ അക്രമികളായ ധിക്കാരികളായ ഭരണാധികാരികളുണ്ടാകും എന്ന് കരുതി മുസ്ലിമീങ്ങളായ ആളുകൾ പരീക്ഷണത്തിന്റെ മുന്നിൽ അവരുടെ ആദർശം ബലി കഴിക്കരുത്. മുസ്ലിമായി ജീവിക്കുക, ആദർശത്തിന്റെ പേരിൽ കടിച്ചുപിടിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അവന്റെ അടിമകൾക്ക് രക്ഷയും ഫറജും സമാധാനവും ആശ്വാസവും നൽകും. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളുണ്ട്. അതിന്റെ ശേഷം കഴിഞ്ഞുപോയ മുൻഗാമികളുടെ ജീവചരിത്രത്തിലും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ മുതവക്കിൽ വന്നു. അവർ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ സന്തോഷിച്ചു അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ട്. അദ്ദേഹം സുന്നത്തിനെയും അതിന്റെ ആളുകളെയും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. വറഫഅൽ മിഹ്നത അനിന്നാസ്, ഈ സംഭവം, ഈ ഒരു വാദഗതി ഇനി എന്റെ ഭരണകൂടത്തിൽ, എന്റെ നാട്ടിൽ, രാജ്യത്തോടെ ഇത് സംസാരിക്കരുതേ എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഖുർആൻ മഖ്ലൂഖാണ് എന്ന് ഇനി ആരും പറഞ്ഞു പോകരുത്, അതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനും പോകരുതേ എന്ന്. വകതബ ഇലൽ ആഫാഖി ലാ യതകല്ലമു അഹദുൻ ഫിൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്നുള്ളത് ഇനി ആരും പറഞ്ഞു പോകരുതേ എന്ന് അദ്ദേഹത്തിന്റെ ഗവർണർമാരിലേക്ക് എഴുത്ത് കൊടുത്തയച്ചു. ثم كتب إلى نائبه ببغداد ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഗവർണറടുത്തേക്ക് എഴുത്ത് കൊടുത്തയച്ചു. അൻ യബ്അസ ബി അഹ്മദ് ബിൻ ഹംബൽ ഇലൈ, അഹ്മദ് ബിൻ ഹംബലിനെ കൊട്ടാരത്തിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഒന്ന് കൊട്ടാരത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ, കണ്ട് സംസാരിക്കാൻ വേണ്ടി, അതല്ലാതെ അറസ്റ്റ് ചെയ്യാനും പേടിപ്പിക്കാനല്ല. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ചെന്നു കണ്ടു, ബഹുമാനിച്ചു, ആദരിച്ചു. കാരണം ഖലീഫക്ക് അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ബഹുമാനുണ്ട്, ആദരവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവർണർ ഇങ്ങോട്ട് തിരിഞ്ഞു. അതിന്റെ ഇടയ്ക്കുള്ള ഭരണാധികാരികൾ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിനെ പീഡിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു. അധികാരമോഹികളായ ഭരണാധികാരികൾ അവർ പലപ്പോഴും അങ്ങനെ ചെയ്യും. ഇന്നൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട്, നമുക്ക് അവരറിയുന്നതാണ്. അങ്ങനെ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം വസഅലഹു ഫീമാ ബൈനഹു വബൈനഹു അനിൽ ഖുർആൻ, ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, എന്താ സത്യത്തിൽ ഇതിന്റെ അവസ്ഥ? ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അതോ എന്താണ് അതിന്റെ അവിടുത്തെ ശരിയായ നിലപാട്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പൊ ഫഖാല ലഹു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഗവർണറോട് പറഞ്ഞു, സുആലുക ഹാദാ സുആലു തഅന്നുത്തിൻ ഔ ഇസ്തിർഷാദ്, വെറുതെ തട്ടുത്തരം എന്നുള്ള നിലക്ക് ചോദിക്കാണോ, അതല്ല സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാണോ? ഗവർണറാണ്, മുമ്പ് വേറെ വാദങ്ങളൊക്കെ പറഞ്ഞു നടന്ന ആളുകളാണ്. അപ്പൊ അല്ല, ബൽ സുആലു ഇസ്തിർഷാദ്, സത്യം അറിയാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാല അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഹുവ കലാമുല്ലാഹ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ നീ ഇറക്കപ്പെട്ടതാണ്, അത് സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ ഇൽമാണ് എന്ന് പറഞ്ഞു. ഫസകന ഇലാ ഖൗലിഹി ഫീ ദാലിക, അപ്പൊ ഗവർണറും തന്നെ പിന്നീട് ഈ ഒരു വിശ്വാസം, ഈ ഒരു ആദർശം സ്വീകരിച്ചു. അങ്ങനെ ഖലീഫയുടെ അടുത്തേക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഇലാ സുറമറ എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്കാണ് പറഞ്ഞയക്കേണ്ടത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയെ അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. കാരണം മുത്തവക്കിൽ അവിടെയാണുള്ളത്. പോകുന്നതിന്റെ ഇടയിൽ ചില പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി. വീണ്ടും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയെ വീട്ടിലേക്ക് തന്നെ മടക്കി. അതിന്റെ ഇടയിൽ ശത്രുക്കളായ ആളുകൾ മുത്തവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അടുത്ത് ചെന്നും ഇമാം അഹ്മദിനെ കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു. സത്യാവസ്ഥ അന്വേഷിക്കുന്ന സമയത്ത് അവർ കളവാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അവരെ ശിക്ഷിക്കുകയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണാധികാരി വീണ്ടും അതിലേറെ ബഹുമാനിക്കുകയും ചെയ്തു. ഏതാണെങ്കിലും ഫലമ്മാ മാത ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം വബ്നുഹു മുഹമ്മദ്, ഗവർണറായ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം മരിച്ചു. അതിന്റെ ഉടനെ മകനും മരണപ്പെട്ടു. അങ്ങനെ വതവല്ല നിയാബത ബഗ്ദാദ് അബ്ദുല്ലാഹി ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഇവരുടെ മകൻ അദ്ദേഹം ഏറ്റെടുത്തു. അപ്പൊ വീണ്ടും മുത്തവക്കില് ഗവർണറുടെ അടുത്തേക്ക് എഴുത്തു കൊടുത്തയച്ചു, അൻ യഹ്മില ഇലൈഹിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദിനെ ഒന്ന് എന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. അപ്പോ ഫഖാല അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നി ശൈഖുൻ കബീറുൻ വളഈഫ്, ഞാൻ പ്രായം ചെന്ന ആളാണ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, കൊട്ടാരത്തിലേക്ക് ഭരണാധികാരിയുടെ അടുത്തേക്കൊന്നും പോകാൻ മാത്രമുള്ള ഒരു കഴിവ്, ഒരു പ്രാപ്തി ഇല്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫറദ്ദൽ ജവാബ അൽ ഖലീഫ ബിദാലിക ഫഅർസല യഅസിം അലൈഹി, നിർബന്ധമായിട്ടും പറഞ്ഞയക്കണം, ഒന്ന് വരണം, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് നിങ്ങളൊന്ന് കാണാനാണ്, ഒന്ന് സന്തോഷിക്കാനാണ്, കാര്യങ്ങൾ നിങ്ങളോടൊക്കെ ചിലതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനാണ്, നിങ്ങളിവിടെ വന്ന് ദുആ ചെയ്ത് എനിക്കതിലൊക്കെ ഒന്ന് പങ്കെടുക്കാനാണ്. സാലിഹായ ആളുകളുടെ ദുആ അത് നമുക്ക് തേടാവുന്നതാണ്, തവസ്സുലിൽപ്പെട്ടതാണ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയായ ക്ഷീണിതനായതിനോട് കൂടെ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോയി. മക്കളും കുടുംബത്തിൽപ്പെട്ട ചില ആളുകളെയും കൂട്ടി.
ഫലമ്മ ഖാറബൽ അസ്കറ, അങ്ങനെ ഭരണാധികാരി ഖലീഫയുള്ള സൈനിക അദ്ദേഹത്തിന്റെ താവളത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തലഖാഹു വസീഫുൻ അൽ ഖാദിമു, കൊട്ടാരത്തിലുള്ള സേവകനായ വസീഫ് ഇമാം അഹമ്മദിനെ സ്വീകരിക്കാൻ വേണ്ടി, എതിരേൽക്കാൻ വേണ്ടി വന്നു. ഫീ മൗഖബിൻ അദീമിൻ, വലിയ ഒരു സംഘത്തിന്റെ കൂടെ. ഫസല്ലമ വസീഫുൻ അൽ ഇമാമി അഹ്മദ്, വസീഫ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹിക്ക് സലാം പറഞ്ഞു. ഇമാം അഹമ്മദ് സലാം അടക്കി. അങ്ങനെ വസീഫ് പറഞ്ഞു, ഖദ് അംകനകല്ലാഹു മിൻ അദുവിക ഇബ്നു അബീ ദുആദ്, നിങ്ങളെ ഈ പറയുന്ന പ്രയാസത്തിൽ മുഴുവൻ ചാടിച്ച ഇബ്നു അബീ ദുആദില്ലേ, ആദ്യത്തെ മുഅ്തസിലിയായ മുൻ ഭരണാധികാരികളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞ, അവനെ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അതിന് സൗകര്യമുണ്ട്, മുത്തവക്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഫലം യറുദ്ദ അലൈഹി ജവാബൻ, ഒരു മറുപടിയും കൊടുത്തില്ല ഇമാം അഹമ്മദ്. സൗകര്യം കിട്ടിയ സമയത്ത് ആക്രമിക്കാനോ പകരം ചെയ്യാനോ എന്നും അദ്ദേഹം പോയില്ല. വജഅല ഇബ്നുഹു യദ്ഉല്ലാഹ ലിൽ ഖലീഫത്തി വലി വസീഫിൻ, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹിയുടെ മകന് ഖലീഫക്കും വസീഫിനും മുസ്ലിങ്ങൾക്കുമൊക്കെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ സൈനിക താവളത്തിൽ ഭരണാധികാരിയുടെ അടുത്തുള്ള സുറമറയിൽ അവർ എത്തിയപ്പോൾ ഉൻസില അഹമ്മദ് ഫീ ദാരി ഈത്താഹ് എന്ന് പറയുന്ന ഒരു സൈനിക ജനറലായിരുന്നു, ഒരു പട്ടാള തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇറക്കിയത്. അപ്പോൾ ഇതൊരു സൈനിക ജനറലിന്റെ പട്ടാളക്കാരന്റെ കൊട്ടാരമാണ് എന്നറിഞ്ഞപ്പോൾ ഇമാം അഹമ്മദ് കുടുംബത്തിനോട് മക്കളോട് പറഞ്ഞു, വേറെ ഒരു വീട് വാടക എടുത്തിട്ട് ഇവിടുന്ന് പോകണം, നമ്മളിവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. വകാന റൂസുൽ ഉമറാഇ ഫീ കുല്ലി യൗമിൻ യഹ്ദുറൂന ഇൻദഹു, എല്ലാ ദിവസവും ഭരണാധികാരിയുടെ ഗവർണർമാർ, അമീർമാർ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് വരും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഖലീഫയുടെ സലാം അഹമ്മദ് റഹ്മത്തുള്ളാഹിയിലേക്ക് എത്തിക്കും, സലാം പറയും. വലാ യദ്ഖുലൂന അലൈഹി ഹത്താ യുഖ്ലിഊന മാ അലൈഹിം മിന സിനത്തി വസ്സില, ഈ പറയുന്ന ഉമറാക്കൾ, അമീറന്മാർ, ഗവർണർമാർ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ അണിഞ്ഞിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ, വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വലിയ ആയുധങ്ങളും ഇതൊക്കെ പുറത്തു വെച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കയറി വരിക. അങ്ങനെ വബഅസ ഇലൈഹിൽ ഖലീഫത്തു ബിൽ മഫാരിഷിൽ വതീഅ വഗൈരിഹാ മിനൽ ആലാത്തി അല്ലതി തലീഖു ബിതിൽക ദാരിൽ അദീമ, ഇമാം അഹമ്മദിന്റെ വീട്ടിലേക്ക് വില പിടിച്ച വിരിപ്പുകളും ഉപകരണങ്ങളൊക്കെ കൊടുത്തയച്ചു. വഅറാദ മിൻഹുൽ ഖലീഫത്തു അൻ യുഖീമ ഹുനാക ലിയുഹദ്ദിസ അന്നാസ ഇവദൻ അമ്മാ ഫാതഹു മിൻഹും, കഴിഞ്ഞു പോയ കുറെ കാലങ്ങളിൽ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതിന് പകരം ഇപ്പൊ ഇവിടെ താമസിച്ച് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങൾ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞു. ഫഅതദറ ഇലൈഹി, അപ്പൊ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫയോട് പറഞ്ഞു, ബി അന്നഹു അലീലുൻ, രോഗിയാണ്, അസ്നാനുഹു തതഹറകു, പല്ലുകളൊക്കെ ഇളകിയിരിക്കുന്നു, വഹുവ ദഈഫുൻ, ബലഹീനനാണ് എന്ന് പറഞ്ഞു. വകാനൽ ഖലീഫത്തു യബഅസു ഇലൈഹി ഫീ കുല്ലി യൗമിൻ മാഇദത്തൻ, എല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ ഒരു തളിക, സുഫ്ര, ഖലീഫ ഇമാം അഹമ്മദിന്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുമായിരുന്നു. ഫിഹാ അൽവാനുൽ അത്ഇമത്തി വൽ ഫാകിഹത്തി വസ്സൽജ്, പല വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, അതുപോലെ തന്നെ ഐസ്, ഇതൊക്കെ തണുപ്പിക്കാനുള്ള ഇതൊക്കെ കൊടുത്തയക്കുമായിരുന്നു. മിമ്മാ യുഖാവിഉ 120 ദിർഹമൻ, ഒരു 120 ദിർഹമിന് വില മതിക്കുന്നു. 120 ദിർഹം എന്നാണ് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ ഒരു സംഖ്യയാണ് എല്ലാ ദിവസവും. വൽ ഖലീഫത്തു യഹ്സിബു അന്നഹു യഅകുലു മിൻ ദാലിക്, ഖലീഫ വിചാരിക്കും ഇമാം അഹ്മദ് ഒക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, ശരീരമൊക്കെ ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. വലം യഅകുൽ അഹ്മദ് വലം യകുൻ അഹ്മദ് യഅകുലു ഷൈഅൻ മിൻ ദാലിക ബിൽ കുല്ലിയ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ദിവസം കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം ഒരു സാധനവും ഒരിക്കലും കഴിക്കാത്തവരാണ്, ഒന്നും തന്നെ കഴിക്കലില്ലായിരുന്നു, സൂക്ഷ്മത പാലിച്ചുകൊണ്ട്. ബൽക്കാന സായിമൻ യത്വി, ദിവസം നോമ്പുകാരനായിരുന്നു, വയറു ചുരുട്ടി. ഫമക്കത 8 അയ്യാമിൻ ലം യസ്തതഇം ബിതആം, ആ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണം കഴിക്കാതെ 8 ദിവസം കഴിച്ചു കൂട്ടി. വമഅ ദാലിക വഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്. ثم اقسم عليه ولده, പിന്നെ മകൻ സത്യം ചെയ്ത് പറഞ്ഞു എന്തെങ്കിലും കഴിക്കണം, ഇത് പ്രയാസാണ്, നിങ്ങൾക്ക് ക്ഷീണാകും. അങ്ങനെ ഹത്താ ശരിബ ഖലീലൻ മിന സവീഖി, സവീഖ് എന്ന മുമ്പ് ഞാൻ പറഞ്ഞ ആ വിഭവം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നീട്ടി അതല്പം കുടിച്ചു. ബഅദ 8 അയ്യാമിൻ, 8 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം. ഭരണാധികാരിയുടെ അടുത്ത് ചെന്നവർ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ജോലിക്കാരും മറ്റും, നിങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന ഭക്ഷണങ്ങളൊന്നും അവിടെ അദ്ദേഹം കഴിക്കലില്ല എന്ന് പറയുമായിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കഴിക്കലില്ല, ഖലീഫക്കും അത് അറിയുമായിരുന്നു, ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ. അദ്ദേഹം സ്വീകരിക്കലില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഖലീഫ അദ്ദേഹത്തിന്റെ പ്രമുഖനായ ഉബൈദുല്ലാഹി ഇബ്നു യഹ്യ ഇബ്നു ഖാഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് കൊടുത്തയച്ചു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു സമ്മാനമായിട്ട്. ഫംതന മിൻ ഖബൂലിഹി, അദ്ദേഹം അത് സ്വീകരിച്ചില്ല, വിസമ്മതിച്ചു. ഫഅലഹ അലൈഹിൽ അമീറു ഫലം യഖ്ബൽ, അമീർ നിർബന്ധം പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കണം, ഖലീഫക്ക് പ്രയാസം ഉണ്ടാകും, ദേഷ്യം, സ്വീകരിച്ചില്ല. അപ്പൊ അമീർ ആ കൊണ്ടുവന്ന ആ സമ്മാനം അദ്ദേഹത്തിന്റെ കുട്ടികളും കുടുംബങ്ങളും വലിയ മക്കളൊക്കെ ഉണ്ട്, അവരെ കയ്യിലൊക്കെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അപ്പൊ വഖാല ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അമീർ പറഞ്ഞു, ഇന്നഹു ലാ യുംകിൻ റദ്ദുഹാ അൽ ഖലീഫ, ഇത് ഇനി തിരിച്ച് ഖലീഫയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കുടുംബങ്ങളും കുട്ടികൾക്കൊക്കെ അത് വീതിച്ചു കൊടുത്തു. വകതബൽ ഖലീഫത്തു ലിഅഹ്ലിഹി വഔലാദിഹി, അങ്ങനെ ഖലീഫ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാ മാസത്തിലും 4000 ദിർഹം ഗവൺമെന്റിൽ നിന്നിട്ടുള്ള ഒരു ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഖലീഫ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഫമാന അബു അബ്ദുള്ള ഖലീഫ, ഖലീഫയോട് അതിന് വിസമ്മതിച്ചു, എനിക്കും കുടുംബത്തിന് ആവശ്യമില്ല,
ദയവച്ച് ഞങ്ങൾക്ക് നൽകരുതേ എന്ന് പറഞ്ഞു. അപ്പൊ ഖലീഫ പറഞ്ഞു ലാ ബുദ്ദ മിൻ ദാലിക്, അല്ല ഇതില്ലാതെ പറ്റുകയില്ല. വമാ ഹാദാ ഇല്ലാ ലിവലദ്, ഇതിന്റെ കുട്ടികൾക്കൊക്കെയാണ്, നിങ്ങളെ കുട്ടികൾക്കാണ് ഇത്, നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ കുട്ടികളും കുടുംബങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഫഅംസക അബൂ അബ്ദുല്ലാഹ് മിൻ മുമാനാത്തി, ഖലീഫയോട് പിന്നെ തട്ടുത്തരൊന്നും പറയാൻ പോകാതെ സുമ്മ അഖദ യലൂമു അഹ്ലഹു വഅമ്മഹു, കൂടെ വന്ന ആളുകളും മക്കളൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. വഖാല, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് പറഞ്ഞു ഇന്നമാ ബഖിയ ലനാ അയ്യാമുൻ ഖലാഇൽ, വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് ഇനി ശേഷിക്കുന്നത്. വകഅന്നനാ ഖദ് നസല ബിനൽ മൗത്ത്, മരണം നമ്മിൽ ഇറങ്ങിയത് പോലത്തെ അവസ്ഥയാണ്. ഫഇമ്മാ ഇലാ ജന്നത്തിൻ വഇമ്മാ ഇലാ നാർ, ഒന്നിരിക്കൽ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക്, ഇതാണ് അവസ്ഥ. ഫനഖ്റുജു മിനദ്ദുനിയ, ഈ ദുനിയാവിൽ നമ്മൾ മരിച്ചു പിരിയേ. വബുതൂനുനാ ഖദ് അഖദത് മിൻ മാലിഹാ ഉലൈ, ഭരണാധികാരികളുടെയൊക്കെ സമ്പത്തൊക്കെ വാങ്ങി വയറ് നിറച്ച് ഈ ലോകത്തുനിന്ന് പോകുകയെ, ഇത് വല്ലാത്ത വിഷമുള്ളതാണ് എന്ന് പറഞ്ഞ് ഫീ കലാമിൻ തവീലിൻ യഇലുഹും ബി, കുടുംബത്തിനും മക്കളൊക്കെ അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും ധാരാളം സംസാരിച്ചു. അപ്പൊ അവര് അദ്ദേഹത്തിന് മറുപടി ആയിക്കൊണ്ട് മക്കൾ പറഞ്ഞു, മക്കളും വിവരമുള്ള പണ്ഡിതന്മാരായിരുന്നു, സാലിഹും അബ്ദുള്ളൊക്കെ. അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഹദീസ്, മാ ജാഅക മിൻ ഹാദൽ മാലി വഅൻത ഗൈറു സായിലിൻ വലാ മുസ്തശ്ഫിൻ ഫഖുദു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമയത്തിൽ അല്പം സമ്പത്ത് ചോദിച്ചു. അപ്പൊ 100 ഒട്ടകം കൊടുത്തു. രണ്ടാമതും ചോദിച്ചു, അപ്പൊ വീണ്ടും 100 ഒട്ടകം കൊടുത്തു. വീണ്ടും ചോദിച്ചു, അപ്പൊ വീണ്ടും 100 ഒട്ടകം കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് പറയാ, ഹക്കീം, ഈ ദുന്യാവ് എന്ന് പറയുന്നത് കാണാൻ നല്ല രസമുള്ള പച്ച നിറമുള്ളതാണ്, ഇത് രുചിക്കാൻ വളരെ മധുരമുള്ളതാണ്. പക്ഷേ ഈ ദുന്യാവ് ഇങ്ങനെ അത് തേടാ എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമല്ല. അപ്പൊ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് കൊടുത്തു, ഈ സമ്പത്ത് നിങ്ങളോട് ചോദിച്ചതിന് ശേഷം ഈ ലോകത്തുനിന്ന് മരിക്കുന്നത് വരെ ഒരാളെ കയ്യിൽ നിന്ന് ഒരു പൈസ ഞാൻ കുറക്കൂല, ഒരാളെ കയ്യിൽ നിന്ന് ഒരു കാശ് ഞാൻ വാങ്ങൂല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തൊക്കെ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സമ്പത്തുകൾ വീതിക്കുന്ന സമയത്ത് അദ്ദേഹം അത് സ്വീകരിക്കലില്ലായിരുന്നു. അവിടെ പറഞ്ഞതാണ്, ഈ സമ്പത്ത് ഒരാൾ എത്തിപ്പാളി നോക്കാതെ, ചെന്ന് തേടാതെ, ആവശ്യപ്പെടാതെ, തൃപ്തിപ്പെട്ട് ഹലാലായ സമ്പത്ത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാം, ആ നിരക്കാണ് ഞങ്ങളിത് വാങ്ങുന്നത് എന്ന് വാപ്പാനോട് മക്കള് അവരുടെ അത്യാവശ്യത്തിന്റെ പേരിൽ പറയുമായിരുന്നു. അങ്ങനെ വാങ്ങി. അങ്ങനെ അബി അബ്ദില്ല, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ക്ഷീണിതനായപ്പോ ജഅൽ മുതവക്കിൽ യബഅത്തു ഇലൈഹി ബിബ്നി മാസ്വൈ അത്തബി അൽ മുതതബ്ബിബ്, ചികിത്സിക്കുന്ന നല്ല വിശുദ്ധനായ ഇബ്നു മാസ്വഹിയെ പറഞ്ഞയച്ചു. അഹ്മദ് ബിൻ ഹംബലിന്റെ രോഗം എന്താണ് അദ്ദേഹത്തിന് വേണ്ട ആശ്വാസം നൽകാൻ വേണ്ടി. അങ്ങനെ വന്ന് പരിശോധിച്ചതിന്റെ ശേഷം ഇബ്നു മാസ്വഹി തിരിച്ചുപോയി അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, ഇന്ന അഹ്മദ് ലൈസ ബിഹി ഇല്ലത്തുൻ ഫീ ബദനി, അഹ്മദ് ബിൻ ഹംബലിന്റെ ശരീരത്തിൽ യാതൊരു രോഗവുമില്ല. വ ഇന്നമാ ഇല്ലത്തുഹു മിൻ ഖില്ലത്തി ത്വആമി വ കസറത്തി സിയാമി വൽ ഇബാദ, അദ്ദേഹത്തിന്റെ രോഗം ഭക്ഷണം കുറവാണ്, അതേപോലെ തന്നെ നിരന്തരം നോമ്പാണ്, ധാരാളം ഇബാദത്താണ്. വാർദ്ധക്യത്തിൽ ക്ഷീണിതനായി പ്രായാധിക്യത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ അതാണ് അദ്ദേഹത്തിന്റെ ക്ഷീണം, അല്ലാതെ ഒരു അസുഖമില്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിന് രോഗമില്ല. ഫസക്കത്തിൽ മുതവക്കിൽ അദ്ദേഹം പിന്നെ ഒന്നും ഉണ്ടാതെ മൗനം പാലിച്ചു. സുമ്മ സഅലത്തു ഉമ്മുൽ ഖലീഫത്തി മിൻഹു അൻ യറൽ ഇമാമ അഹ്മദ്, ഖലീഫയുടെ ഉമ്മ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി, ഇത്ര വലിയൊരു മനുഷ്യൻ ആരാണ്, ആ മനുഷ്യനെ കാണാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് മകനോട് ചോദിച്ചു. ഇമാം അഹ്മദിനോടല്ല, മകനോട്, ആ മാതാവിന്റെ മകൻ ഖലീഫയായ മുതവക്കിലിനോട് ചോദിച്ചു. അപ്പോ മുതവക്കില് ഈ മാതാവിന് കാണാൻ എന്നുള്ളതല്ലാതെ എന്റെ കുട്ടിക്ക് നിങ്ങൾ ഏറ്റവും ഒരുമിച്ച് കൂടാൻ ഒരു അവസരം ഉണ്ടാക്കണം, അതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കി തരി, അതുകൊണ്ടൊന്ന് വരി എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു സ്ഥലത്തിലേക്ക്, കൊട്ടാരത്തിന്റെ ഭാഗത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കുട്ടിക്കൊന്ന് ദുആ ചെയ്ത് കൊടുക്കാനും നിങ്ങളേറ്റൊന്ന് കണ്ടുമുട്ടാനൊക്കെയാണ് എന്ന് പറഞ്ഞു. അത് റൂമിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി വീണ്ടും വിസമ്മതിച്ചു. അപ്പൊ വീണ്ടും അവര് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് വരാ എന്ന് പറഞ്ഞു. കുട്ടിക്കല്ലേ, ചെറിയ കുട്ടിക്കൊന്ന് കാണാനാണ് താഴ്മ കാരണം ഇമാം അഹ്മദിന് സമ്മതിച്ചു. അങ്ങനെ രാജാവിന്റെ ഖലീഫയുടെ അദ്ദേഹത്തിന്റെ വാഹനങ്ങളിൽപ്പെട്ടൊരു വാഹനവും വില പിടിച്ച വസ്ത്രങ്ങൾ ഈ ഇമാം അഹ്മദിന് ഇവരേറ്റവും ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ആ ഒരു സന്ദർശനത്തിന് വേണ്ടി കൊടുത്തയച്ചു, ധരിക്കാൻ വേണ്ടി. അപ്പോ ഖലീഫയുടെ വാഹനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ കുറച്ച് ആർഭാടം കൂടുതലാണ്, ആഡംബരമാണ് എന്ന്. അങ്ങനെ ഫജി അബി ബഗലിൻ ലിബാലി തുജാർ, ചില കച്ചവടക്കാർക്കുള്ള ഒരു കോവർ കൈതയെ കൊണ്ടുവരപ്പെട്ടു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിമൽ കയറി വജാഅ ഇലാ മജ്ലിസിൽ മുഅ്തസ് എന്ന് പറയുന്ന മകന്റെ, ഖലീഫയുടെ മകന്റെ സദസ്സിലേക്ക് വന്നു. വഖദ് ജലസൽ ഖലീഫത്തു വ ഉമ്മുഹു ഫീ നാഹിയത്തിൻ മിൻ ദാലിക്കൽ മജ്ലിസ് മിൻ വറാഇ സിത്രിൻ റഖീഖിൻ, ഖലീഫ മുതവക്കിലും മാതാവും ഒരു മരന്റെ പിന്നിലും ഇരുന്നു. മാതാവിന് ഇങ്ങോട്ട് കാണണം, ഇമാം അഹ്മദ് അത് അറിയുകയില്ല. അങ്ങനെ ഇരുന്നു. ഫലമ്മ ജാഅ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ സദസ്സിൽ വന്നപ്പോൾ ഖാല സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞു, സാധാരണ ആളുകൾക്ക് സലാം പറയുന്നത് പോലെ. വജലസ ഇരുന്നു. വലം യുസല്ലിം അലൈഹി ബിൽ ഇംറ, അമീർമാർക്ക് സലാം പറയുമ്പോൾ അയ്യുഹൽ അമീർ എന്നോ അതല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കാതെ സലാമുൻ അലൈക്കും സാധാരണ ആളുകൾക്ക് പറയുന്നത് പോലെ പറഞ്ഞു. അപ്പോ ഈ രംഗം കണ്ടപ്പോ ഫഖാലത്ത്, ഇരിക്കാൻ അവർ പറയാതെ തന്നെ ഇരുന്നു. ഫഖാലത്ത് ഉമ്മുൽ ഖലീഫ, അപ്പൊ ഖലീഫയുടെ മാതാവ് ഈ രംഗം കണ്ടപ്പോ ഖലീഫയായ മുതവക്കിനോട് പറഞ്ഞു, അല്ലാഹ യാ ബുനൈ, മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
ഫി ഹാദർ റജുൽ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ, തുറുദ്ദുഹു ഇലാ അഹ്ലിഹി, ആ മനുഷ്യനെ നീ നിന്റെ കൊട്ടാരത്തിൽ വെച്ച് പീഡിപ്പിക്കാതെ പ്രയാസപ്പെടുത്തരുതേ, അദ്ദേഹത്തിന് അവന്റെ കുടുംബത്തിലേക്ക്, ആ മനുഷ്യന്റെ കുടുംബത്തിലേക്ക് മടക്കി അയക്കണം. ഫഇന്ന ഹാദാ ലൈസ മിമ്മൻ യുരീദു മാ അൻതും ഫീ, നിങ്ങളുടെ ദുനിയാവോ നിങ്ങളുടെ ആർഭാടങ്ങളോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ അത് മോഹിക്കുന്ന മനുഷ്യനല്ല ഇദ്ദേഹം, ഈ മനുഷ്യനെ പ്രയാസപ്പെടുത്തരുതേ നീ അല്ലാഹു. അപ്പൊ മുത്തവക്കിലിന് കാര്യങ്ങൾ മനസ്സിലായ സമയത്ത് പറഞ്ഞു, ഉമ്മ, ഈ കൊട്ടാരത്തിലൊരു സന്തോഷം, ഇവിടെ ഒരു വെളിച്ചം, ഇവിടെ അള്ളാഹുവിന്റെ ദീന് പറയുന്നതും അത് പഠിപ്പിക്കുന്നതും കേൾക്കാനാണ് ഞാൻ കൊടുത്തത്, അല്ല അദ്ദേഹത്തിന് പ്രയാസപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അതൊന്നും സ്വീകരിക്കാതെ വിസമ്മതിച്ചു. വീണ്ടും അവർ നിർബന്ധിച്ച് വസ്ത്രങ്ങളും തൊപ്പിയും ഉടുപ്പുകളൊക്കെ അദ്ദേഹത്തിന് ധരിപ്പിച്ചു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവർ സമ്മതം കൊടുത്തു. സുമ്മ ബഅദ അയ്യാമിൻ അദ്നലഹുൽ ഖലീഫ, കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സമ്മതം കൊടുത്തു. വഹയ്യ അലഹു ഹുറാഖ, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടി നല്ല വില കൂടിയ ഒരു വാഹനം അഥവാ കപ്പല്, അത്യാവശ്യം നല്ല മുന്തിയ ഒരു കപ്പല് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി. അപ്പൊ ഫലം യഖ്ബൽ അൻ യൻഹദ്റ ഫിഹാ, ആ കപ്പലിൽ യാത്ര ചെയ്യാൻ ഇമാം അഹ്മദ് ഇഷ്ടപ്പെട്ടില്ല, സമ്മതിച്ചില്ല. കാരണം അത് കുറച്ച് ആർഭാടം കൂടുതലുള്ളതാണ്, വില കൂടിയതാണ്, ഖലീഫയും അദ്ദേഹത്തിന്റെ അമീർമാരും സഞ്ചരിക്കുന്നതാണ്. ബൽ റക്കിബ ഫീ സൗറഖിൻ, ഒരു സാദാ ഒരു തോണിയിൽ അദ്ദേഹം യാത്ര ചെയ്തു. ഫദഖല ബഗ്ദാദ മുഖ്തഫിയൻ, രാത്രി സമയത്ത് ആളും ആരവുമില്ലാതെ, സ്വീകരിക്കാനും ബഹുമാനിക്കാനും ആളുകളില്ലാതെ ബഗ്ദാദിൽ അദ്ദേഹം പ്രവേശിച്ചു വീട്ടിൽ. വഅമറ അൻ തുബഅത്തിൽ ഖുല്ലത്തു വഅൻ യതസദ്ദഖ ബിഥമനിഹാ അലൽ ഫുഖറാഇ വൽ മസാകിൻ, അവിടെ സമ്മാനമായി കൊടുത്ത ഉടുപ്പുകളും പുടവകളും മുഴുവനും അത് വിറ്റ് അതിന്റെ വില പാവങ്ങൾക്ക് ദാനമായിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ മക്കളോട് ഏൽപ്പിക്കുകയും ചെയ്തു, അവർക്ക് വിറ്റ് കൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. വഖദ് കാന ജാഅ ഇൻദഹും ജുഅൻ അളീമൻ കസീറൻ, വമ്പിച്ച വിശപ്പ് സഹിച്ച് അവിടെ കഴിച്ചുകൂട്ടി ഇമാം അഹ്മദ് അത്രയും ദിവസങ്ങളിൽ. ഹത്താ കാദ അൻ യഖ്തുലഹുൽ ജൂ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മരിക്കാനടുത്തായിരുന്നു, കൊല്ലാനടുത്തായ അത്ര വലിയ വിശപ്പ്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കൊണ്ട്, ഭരണാധികാരികൾ നൽകുന്ന സമ്പത്താണ്, അപ്പൊ അതിൽ പേടിച്ച് സൂക്ഷിച്ചുകൊണ്ട് അത് കഴിക്കാതെ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലേക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോയ സമയത്ത് മുതവക്കിൽ ദിവസം ആളുകളെ പറഞ്ഞയക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. വജഅല യസ്തഫ്തീഹി ഫീ അംവാലി ഇബ്നു അബീ ദുആദിൻ, മുഅ്തസിലിയായ അഹ്മദ് ബിൻ ഹംബലിനെ പ്രയാസപ്പെടുത്തിയ ഇബ്നു അബീ ദുആദിന്റെ സമ്പത്ത് ഞാൻ എന്തു ചെയ്യണം, നിങ്ങൾ ഫത്വ നൽകുകയാണെങ്കിൽ അതുപോലെ ചെയ്യാൻ തയ്യാറാണ്. ഫലാ യുജീബു ബിശൈ, ഇമാം അഹ്മദിന് മറുപടിയും കൊടുത്തില്ല. ثم إن المتوكل أخرج ابن أبي دؤاد من سر من رأى إلى بغداد, അങ്ങനെ പിന്നെ ഇബ്നു അബീ ദുആദിനെ സുറ മൻ റഅ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഖലീഫയുടെ സാന്നിധ്യത്തിൽ നിന്ന്, സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കി ഇബ്നു അബീ ദുആദിനെ സുറ മറയിൽ നിന്ന് ബഗ്ദാദിലേക്ക്. بعد أن شهد على نفسه ببيع ضياعه وأملاكه وأخذ أمواله كلها, ഇബ്നു അബീ ദുആദിന്റെ സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടുകയും അവന്റെ സമ്പത്ത് മുഴുവനും അത് തിരിച്ചു പിടിച്ച് ഗവൺമെന്റിലേക്ക് കൂട്ടുകയും ചെയ്തതിന്റെ ശേഷം വെറും കൈയോടെ നിന്ദ്യനായി നിസ്സഹായനായ ആ മനുഷ്യനെ തലസ്ഥാനത്ത് നിന്ന്, ഭരണാധികാരിയുടെ സാമീപ്യത്തിൽ നിന്ന്, സ്ഥാനമാനങ്ങളിൽ നിന്ന് പുറത്താക്കി. വക്കാന മസീറു അഹ്മദ ഇലൽ മുതവക്കിൽ ഫി സനത്തി 37 ഹിജ്റ 237 വർഷത്തിലായിരുന്നു മുതവക്കിലിന്റെ അടുത്തേക്ക് പോയത്. തുമ്മ മക്കത ഇലാ സനത്തി വഫാത്തിഹി, പിന്നീട് മരിക്കുന്നത് വരെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുകയാണ്. വകുല്ല യൗമിൻ ഇല്ലാ വയസ്അലു അൻഹുൽ മുതവക്കിൽ, മുതവക്കിൽ എല്ലാ ദിവസവും ഇമാം അഹ്മദിന്റെ വിവരങ്ങൾ അന്വേഷിക്കും. വയൂഫിദു ഇലൈഹി ഫി ഉമൂരിൻ യുശാവിറുഹു ഫി, ഭരണത്തിന്റെ കാര്യങ്ങൾ മുഴുവനും കൂടിയാലോചിക്കുകയും ചർച്ചകൾ നടത്തുകയും ഫത്വകൾ ചോദിച്ചുകൊണ്ട് ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്യും. വയസ്തശീറുഹു ഫി അഷിയാ തഖാവലുഹു, ഭരണാധികാരികൾക്ക് മുന്നിൽ വരുന്ന പല പ്രശ്നങ്ങളിലും കൂടിയാലോചിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് ഇമാം അഹ്മദിനെ അദ്ദേഹം ആദരിക്കുകയും ഉയർത്തുകയും ചെയ്തു. വലമ്മ ഖദിമൽ മുതവക്കിൽ ബഗ്ദാദ്, അങ്ങനെ പിന്നീട് മുതവക്കിൽ ബഗ്ദാദ് സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബഅസ ഇലൈഹി ഇബ്നു ഖാഖാൻ വമഅഹു 1000 ദീനാരിൻ, 1000 പൊന്ന് കൊണ്ട് കൊടുത്തയച്ചു. ഇമാം അഹ്മദിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പാവങ്ങൾക്കും അർഹതപ്പെട്ട ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി. ഫംതന മിൻ ഖബൂലിഹാ വതഫരീഖതിഹാ, ഇമാം അഹ്മദ് സ്വീകരിക്കുകയോ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർ കൊടുക്കുകയോ ചെയ്യാതെ വിസമ്മതിച്ചു. അപ്പോ അമീറുൽ മുഅ്മിനീൻ എനിക്ക് ഇതിന് സമ്മതം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞു. വഖദ് കതബൽ ഖലീഫത്തു ഇലാ അഹ്മദ്, ഖലീഫ മുതവക്കിൽ ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് എഴുത്ത് കൊടുത്തയച്ചു. യസ്അലുഹു അനിൽ ഖൗലി ഫിൽ ഖുർആൻ, ഖുർആനിൽ എന്താണ് ശരിക്കുള്ള വിശ്വാസം, എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്താണ് ശരിക്കതിലുള്ളത്. അപ്പോ ഇമാം അഹ്മദിനോട് ചോദിച്ചു, സുആലു ഇസ്തിർഷാദിൻ വസ്തിഫാദത്തിൻ ലാ സുആലു തഅന്നുത്തിൻ വലംതിഹാൻ, നിങ്ങളെ പരീക്ഷിക്കേ അതല്ലെങ്കിൽ നിങ്ങളെ ഉത്തരത്തിൽ മുട്ടിക്കേ, തട്ടുത്തരത്തിന്റെ ചോദ്യമല്ല, സത്യം അന്വേഷിച്ചുകൊണ്ടാണ് കാര്യം മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു റിസാല എഴുതുകയും അതില് സഹാബത്തിൽ നിന്നും മുൻഗാമികളായ മറ്റ് അഇമ്മത്തുകൾ താബിഈങ്ങളിൽ നിന്നുമുള്ള അസറുകളും ഹദീസുകളും പരിശുദ്ധ ഖുർആനിലുള്ള രേഖകളും ഒക്കെ വെച്ച് ഒരു റിസാല എഴുതി ഖലീഫയിലേക്ക് അദ്ദേഹത്തിന് അത് കൊടുത്തയക്കുകയും ചെയ്തു. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വർഷത്തിന്റെ ഉള്ളിൽ മരണപ്പെടുകയാണ്. ഖാല ഇബ്നുഹു സാലിഹുൻ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മകൻ സാലിഹ് പറയാണ്, കാന മറളുഹു ഫി അവ്വലി ഷഹ്രി റബീഇനിൽ അവ്വൽ മിൻ സനത്തി 41 ഹിജ്റ 241
ഒന്നാമത്തെ വർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കത്തിലാണ് രോഗം പിടിച്ചത്. വദഖലതു അലൈഹി യൗമൽ അർബിഈ സാനി യൗമി റബീഉൽ അവ്വൽ വഹു മഹ്മൂം. ഞാൻ വാപ്പാന്റെ അടുത്ത് കയറി ചെന്നു. വാപ്പ അസഹ്യമായ പനി പിടിച്ചു കിടക്കുകയാണ്. അസഹ്യമായ പനിയാണ്, ശരീരമാകെ ക്ഷീണിതനാണ്. അപ്പൊ ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ അബത്തി, വാപ്പ, മാ കാന ഗിദാഉക, എന്ത് കഴിച്ചു, രാവിലെ എന്തേ കഴിച്ചു? അപ്പൊ ഫഖാല മൽ ബാഖില്ല, മമ്പയറല്ലാതെ. ഫൂല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഗൾഫ് നാടുകളിലൊക്കെ സുപരിചിതമാണ്. അതല്ലാതെ വേറെന്താ കഴിക്കാൻ? സുഭിക്ഷമായ ഭക്ഷണങ്ങളല്ല. ثم إن صالحا ذكر كثرة مجيء الناس من الأكابر. പ്രമുഖരായ ഭരണാധികാരികളും നാട്ടിൽ പ്രമുഖരും കച്ചവടക്കാരും സമ്പന്നരും പണ്ഡിതന്മാരും ധാരാളം അദ്ദേഹത്തിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി വന്നു. സാധാരണക്കാരിലെ ഇയാദത്തി വകസറത്തി ജസ്ഇൻ നാസി അലൈഹി. ആളുകൾ ഇമാം അഹമ്മദിന്റെ ദയനീയമായ അവസ്ഥ കണ്ടു വല്ലാത്ത സങ്കടവും പ്രയാസം അവർക്ക്. വകാനമാഹു ഖരീഖത്തിന്, അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരല്പഭാഗം വീട്, കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള വരുമാനം മാത്രമായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അവസാന സമയത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വസിയ്യത്ത് എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വസിയ്യത്ത് അദ്ദേഹം എഴുതി. ثم استدعى بالصبيان من ورثته. പിന്നെ കുടുംബത്തിൽപ്പെട്ട ചെറിയ കുട്ടികളെ വരാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു. فجعل يدعو لهم. ആ കുട്ടികൾക്ക് ദുആ ചെയ്യാൻ തുടങ്ങി. وكان قد ولد له صبي قبل موته ب50 يوما. മരിക്കുന്നതിന്റെ 50 ദിവസം മുമ്പ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടിരുന്നു. മരിക്കുന്നതിന്റെ 50 ദിവസം മുമ്പ്. ഫസമ്മാഹു സഈദൻ. ആ കുട്ടിക്ക് സഈദ് എന്നാണ് പേര് വെച്ചത്. വകാന ലഹു വലദുൻ ആഖിർ ഇസ്മുഹു മുഹമ്മദ്. അതുപോലെ തന്നെ മുഹമ്മദ് എന്ന പേരുള്ള വേറെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഖദമശ, നടക്കൽ തുടങ്ങിയിരുന്നു. ഹീന മരിദ, രോഗമാകുന്ന സമയത്ത് നടക്കൽ തുടങ്ങിയ വേറൊരു ചെറിയ കുട്ടി. ദരിദ്രമായ പ്രയാസകരമായ സാഹചര്യം, ചെറിയ കുട്ടികളുള്ള കുടുംബം. ഫദആഹു, ആ കുട്ടിയെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ചു. ഫൽതസമഹു വഖബ്ബലഹു, കൂട്ടിപ്പിടിച്ചു. മുത്തി. ثم قال, പിന്നെ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ കുന്തു അസ്നാ ബിൽ വലദി അലാ കിബരി. ഇത്ര വയസ്സാം കാലത്ത് രോഗമുള്ള സമയത്ത് എന്താ ഈ കുട്ടികളൊക്കെ ഞാൻ ചെയ്യുക? അപ്പൊ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് കേട്ടു നിൽക്കുന്ന ആളുകൾ പറയപ്പെട്ടു, ദുർരിയത്തുൻ തകൂന ബഅദക യദ്ഊന ലക്. നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങൾ. ഖാല, അപ്പൊ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വദാക ഇൻ ഹസൻ, അങ്ങനെ ചെയ്താൽ അത് നല്ല കാര്യമാണ്. കുട്ടികൾ ദുആ ചെയ്താൽ നല്ല കാര്യമാണ്. വജഅല യഹ്മദുല്ലാഹ തആല, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. വഖദ് ബലഗഹു ഫീ മറളിഹി അൻ താഊസിൻ അന്നഹു കാന യക്റഹു അനീന അൽ മരീദ്. രോഗിയായ ആളുകളാണെങ്കിൽ അവര് തേങ്ങരുത്. അതല്ലെങ്കിൽ രോഗികളായ ആളുകൾ രോഗമുള്ള സമയത്ത് എന്താ പറയാ, അനീൻ എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് പുറത്തു വരുന്ന ശബ്ദം. എന്താണ് അതിന് പറയാ? ഇമാം താഊസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രോഗികളായ ആളുകളാണെങ്കിൽ അവര് എന്താണ് അനീൻ, തേങ്ങ എന്നാ പറയാ, ഏങ്ങലടിക്കരുത്, അത് കറാഹത്താണ്, നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലും ചെയ്യലില്ലായിരുന്നു. ഒരു പ്രയാസത്തിന്റെ, ഒരു വെറുപ്പിന്റെ ഒരു സ്വഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടി അത്ര പോലും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് പറയാണ്, ഖാല ഹീന ഹത്തുലിറ അബി ജഅല യുക്സിറു അൻ യഖൂല ലാ ബഅദ് ലാ ബഅദ്. പിതാവ് മരിക്കാനെടുത്ത സമയത്ത്, കലിമത്ത് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പിതാവ് ലാ ബഅദു ലാ ബഅദ്, ലാ അല്പം കൂടിയും കഴിഞ്ഞ്, ലാ അല്പം കൂടിയും കഴിഞ്ഞ് എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ വാപ്പാനോട് ചോദിച്ചു, യാ അബ മാ ഹാദിഹി ലഫ്ളത്തു അല്ലതി തൽഹജു ബിഹാ ഫീ ഹാദിഹി സാ. ഈ അവസാന ഘട്ടത്തിൽ എന്താ നിങ്ങൾ ഈ പറയുന്ന വാക്ക്? കലിമത്ത് തൗഹീദും അദ്കാറുകളും പറയേണ്ട സമയത്ത് എന്താണിത്? അപ്പോ ലാ ബഅദു ലാ ബഅദു എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഫഖാല, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, യാ ബുനയ്യ, മകനെ, ഇന്ന ഇബ്ലീസ വാഖിഫുൻ ഫീ സാവിയത്തിൽ ബൈത്ത്. മകനെ, എന്റെ ഈ റൂമിന്റെ ഈ മൂലയിൽ ഇബ്ലീസ് അവിടെ നിൽക്കുന്നുണ്ട്. വഹുവ ആളുൻ അലാ ഉസ്ബഇഹി, അവന്റെ വിരൽ കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഫുത്തനിയ അഹ്മദ്, എനിക്ക് നീ നഷ്ടപ്പെട്ടു, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ പഴപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അഹ്മദേ, നീ എന്റെ കയ്യെന്ന് വിട്ടു, നീ എന്റെ കയ്യെന്ന് വിട്ടു എന്നവൻ പറയാണ്. അപ്പൊ അവന് മറുപടി കൊടുക്കാൻ, ലാ ബഅദു, രക്ഷപ്പെട്ടിട്ടില്ല, ലാ ബഅദ്, രക്ഷപ്പെട്ടിട്ടില്ല, റൂഹ് പുറപ്പെട്ടിട്ടില്ല, മരിച്ചു പിരിഞ്ഞിട്ടില്ല. മനുഷ്യൻ പഴക്കാൻ, ഫിത്നയിൽ അകപ്പെടാൻ, പിശാചിന്റെ കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അത് പറയാണ്, അവനോട് അംഗം വെട്ടുകയാണ്. ഖാല ഇബ്ലീസു ഫുത്തനി യാ അഹ്മദ് ഫഅഖൂലു ലാ ബഅദു ലാ ബഅദു എന്ന് പറയാണ്. ഒരു മനുഷ്യന്റെ റൂഹ് അവന്റെ ജസദിൽ നിന്ന് തൗഹീദിലായിട്ട് പുറത്തു പോകാത്ത കാലത്തോളം ഇബ്ലീസിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ള ആ ഗൗരവം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ റബ്ബി വഇസ്സതിക വജലാലിക മാ അസാലു ഉഗ്ബിഹിം മാ ദാമത് അർവാഹുഹും ഫീ അജ്സാദിഹിം. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞൊരു വാക്കാണ്. ബനു ആദമിനെ, മനുഷ്യ സന്താന ആദമിന്റെ സന്താനങ്ങളെ റൂഹ് അവരെ തൊണ്ടക്കുഴിയിൽ അവരുടെ ശരീരത്തിലുള്ള കാലത്തോളം ഞാൻ അവരെ പേപ്പിക്കാൻ ശ്രമിക്കും. അതല്ലാതെ ഉജുബോ, താൻപൊരിമേ, ഖിബറോ, ഞാൻ വലിയ ഇമാമായി, ഞാൻ രക്ഷപ്പെട്ടു, ആദരണീയനായി, ബഹുമാനായി, ഈ പറഞ്ഞ തലക്കനമല്ല എന്നർത്ഥം. അത്രയും സൂക്ഷ്മതയിലായിരുന്നു ആ സമയത്ത് പോലും. വഅഹ്സനു മാ കാന മിൻ അംരിഹി, അവസാന ഘട്ടത്തിൽ അന്നഹു അശാറ ഇലാ അഹ്ലി, കുടുംബത്തിനോട് അദ്ദേഹം സൂചിപ്പിച്ചു, അൻ യുവല്ലിഹു എന്ന് ഉണ്ടാക്കി തരി.
അപ്പോൾ ഫജഅലു യുവല്ലിഊനഹു ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിലേക്ക് അവർ ഉളുർത്തു കൊടുത്തു. വഹുവ യുഷീറു ഇലൈഹിം അൻ ഖല്ലിലു അസാബി, എൻ്റെ വിരലുകളൊക്കെ കയ്യന്റും കാലിനും വിരലുകളൊക്കെ തിക്കകറ്റി സുന്നത്തനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരോട് സൂചിപ്പിച്ചു കൊടുത്തു. വഹുവ യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീ ജമീഇ ദാലിക, അല്ലാഹുവിനെ അദ്കാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ അക്മലു വുളൂഅഹു, അദ്ദേഹത്തിന്റെ വുളു അവർ പൂർത്തിയാക്കി കഴിഞ്ഞ ഉടനെ തൂഫിയ റഹിമഹുല്ലാഹു വറളിയ അൻഹു, അദ്ദേഹത്തെ വഫാത്താക്കപ്പെട്ടു. റഹിമഹുല്ലാഹു വറളിയ അൻഹു. വകാനത് യൗമു വഫാതിഹി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഹീന മളാ മിൻഹു നഹു മിൻ സഅതൈൻ, 2 മണിക്കൂർ അടക്കമുള്ള സമയം. അത് കഴിഞ്ഞ ആ സമയത്ത് രാവിലെ സമയത്ത് ഫജ്റിന്റെ ശേഷം. ഫജ്തമഅ അന്നാസു ഫി ശവാരിഇ, റോഡിലും വഴികളിലും ആളുകൾ ഒരുമിച്ചുകൂടി. അതേപോലെ തന്നെ ഗവർണർ മുഹമ്മദ് ബിൻ താഹിർ, അദ്ദേഹത്തിന്റെ പാറാവുകാര്, അദ്ദേഹത്തിന്റെ അടിമകള്, ജോലിക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. കഫൻപുടയും മറ്റുള്ളതും ഒരുമിച്ച് കൂട്ടാനും അത് സംഘടിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും ഇവർ സ്വീകരിച്ചില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് കിട്ടിയ കഫൻപുടയും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് വാങ്ങിയ വെള്ളത്തിൽ ആണ് അദ്ദേഹത്തിന് കുളിപ്പിക്കപ്പെട്ടത് എന്ന്. മക്കള് ഭരണാധികാരിയുടെ സമ്മാനവും ഫണ്ടും അത് സ്വീകരിക്കുന്നതുകൊണ്ട് സൂക്ഷ്മത കൊണ്ട് അതുപോലും അദ്ദേഹം സ്വീകരിക്കലില്ലായിരുന്നു എന്ന്. ലഹു നഹു മിൻ ബൈത്തിൽ ഖിലാഫത്തി മിൻ ബനി ഹാഷിം, ബനു ഹാഷിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ബനു ഹാഷിമിൽ ഖലീഫയുടെ കുടുംബത്തിൽപ്പെട്ട 100ഓളം ആളുകൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ അവർ പങ്കെടുത്തു. ഫജഅലു യുഖബ്ബിലൂന ബൈന ഐനൈഹി, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 2 കണ്ണിന്റെ ഇടയിൽ അവർ മുത്തിയിരുന്നു. വയദ്ഊന ലഹു വയതറഹമൂന അലൈഹി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, അദ്ദേഹത്തിന് അല്ലാഹുവിനോട് റഹ്മത്തിനെ തേടുക. ഇതൊക്കെ ചെയ്തിരുന്നു പ്രമുഖരായ ആളുകൾ തന്നെ. വഖറജന്നാസു ബിനഅ്ശിഹി വൽ ഖലായിഖു ഹൗലഹു, അദ്ദേഹത്തിന്റെ മയ്യത്ത് കട്ടിലും കൊണ്ട് ആളുകൾ വഴിയിലിറങ്ങി. നാനാഭാഗത്തും ആളുകൾ. മാലം യഅലം അദദുഹും ഇല്ലല്ലാഹ്, എത്രയായിരുന്നു അവരെ എണ്ണം കണക്കി എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാത്ത. വനായിബുൽ ബലദി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ താഹിർ, ഗവർണർ, ആളുകളുടെ കൂട്ടത്തിൽ, സാധാരണക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹം നിന്നിരുന്നു. ثم تقدم فعزى أولاد الإمام أحمد فيه, പിന്നീട് മുന്നോട്ട് വന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മക്കൾക്ക് തഅസിയത്ത്, സമാധാനിപ്പിക്കുന്ന സുന്നത്തായ ആ കാര്യങ്ങളൊക്കെ ചെയ്തു, അവരെ സമാധാനിപ്പിച്ചുകൊണ്ട്. വകാനഹു അല്ലദി അമ്മന്നാസ ഫി സ്വലാത്തി അലൈഹി, ഏറ്റവും ആദ്യം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മേൽ മയ്യത്ത് നിസ്കരിച്ച് ഗവർണറാണ്, ഖലീഫയുടെ പ്രതിനിധി എന്നുള്ള നിലക്ക്. പിന്നീട് പല പ്രാവശ്യവും ഖബറിന്റെ അടുത്തും അല്ലാതെയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മേൽ ആളുകൾ കൂട്ടമായി മയ്യത്ത് നിസ്കരിച്ചു. അങ്ങനെ അസ്ർ നിസ്കാരത്തിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് മറമാടാൻ കഴിഞ്ഞത്, ആളുകളുടെ തിരക്ക് കാരണം, ആധിക്യം കാരണം. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹം അല്ലാത്ത മറ്റ് മുഹദ്ദിസീങ്ങളും പറഞ്ഞു, അന്നൽ അമീറ മുഹമ്മദ് ബിൻ താഹിർ, ഗവർണർ മുഹമ്മദ് ബിൻ താഹിർ ആളുകളെ എണ്ണം, എത്ര ആളുകളെ ഇവിടെ പങ്കെടുത്തു ഒന്ന് കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫവജദു അൽഫൻ വ300 അൽഫ്, 13 ലക്ഷം ആളുകൾ, 13 ലക്ഷം ആളുകൾ പങ്കെടുത്തു. അതല്ല, ഇമാം അബൂ സുർആ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഖൂലു, ഇമാം ഇബ്നു അബൂ ഹാത്തിം പറയാണ്, സമയത്തു അബാ സുർആ റഹിമഹുല്ലാഹനെ ഞാൻ കേട്ടു പറയുന്നു, ബലഗനി, എനിക്ക് വിവരം കിട്ടി, അന്നൽ മുതവക്കില അമറ അൻ യുംസഹ അൽ മൗദിഉ അല്ലദി വഖഫ അന്നാസ് ഫി, ആളുകൾ എന്ന സ്ഥലത്തിനെ ഒന്ന് അളന്നു നോക്കുക. അന്ന് അങ്ങനെയാണ് ജനങ്ങൾ അളക്കൽ, ഏകദേശം എത്ര ആൾ പങ്കെടുത്തു എന്നറിയാൻ. അല്ലദി സല്ലു അലൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ച ആളുകളെ ഒരുമിച്ച് കൂടിയ പ്രദേശം ഒന്ന് കണക്കെടുക്കാൻ മുതവക്കിൽ പറഞ്ഞു, അവർക്കതറിയും ഏകദേശം കണക്ക്. അപ്പോ ഫബലഗ മഖാസുഹു അൽഫിൻ വ 500 അൽഫിൻ, 25 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഖാൽ ബൈഹഖി റഹിമഹുല്ലാ, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാക്കിം റഹിമഹുല്ലയിൽ നിന്ന്, സമയത്തു അബ്ദുൽ വഹാബ് അൽ വറാഖ് റഹിമഹുല്ലാഹി ഞാൻ കേട്ടു പറയുന്നത്, മാ ബലഗന അന്ന ജംഅൻ ഫിൽ ജാഹിലിയ്യത്തി വലാ ഫിൽ ഇസ്ലാമി ഇജ്തമഉ ഫി ജനാസത്തിൻ അക്സർ മിനൽ ജംഇ അല്ലദി ഇജ്തമഅ അലാ ജനാസത്തി അഹ്മദ്, ഇസ്ലാമിന്റെ മുമ്പോ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് കൂടിയ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഇത്ര ആളുകൾ ആധിക്യം 25 ലക്ഷം ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല പറയാണ്, സമയത്തു അബി ഇബ്നു അബി ഹാത്തിമിനെ ഞാൻ കേട്ടു, യഖൂലു ഹദ്ദസനി മുഹമ്മദ് ബിൻ അബ്ബാസുൽ മക്കി, മുഹമ്മദ് ബിൻ അബ്ബാസുൽ മക്കി അദ്ദേഹത്തിന് ഞാൻ കേട്ടു, സമയത്തുൽ വറക്കാനി ഞാൻ കേട്ടു. വറക്കാനി എന്ന് പറയുന്നത് ജാറു അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അയൽവാസിയാണ് വറക്കാനി, അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടു, യഖൂലു പറയുന്നത്, അസ്ലമ യൗമ മാത അഹ്മദു 20 അൽഫൻ മിനൽ യഹൂദി വൻ നസ്വാറ വൽ മജൂസ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചെന്ന് ആളുകളുടെ യാതിക്കും ആ ഇമാമിനോടുള്ള ബഹുമാന ആദരവ് ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര്, നസാറാക്കള്, മജൂസുകൾ, തീയനാരാധിക്കുന്ന ഇവരിൽ നിന്ന് 20,000 ആളുകൾ അന്ന് ദിവസം മുസ്ലിമായി. ഇന്ന് സ്റ്റേജുമ കയറി ആളുകൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്തെങ്കിലും പറഞ്ഞാലും ഉള്ളവരാരെങ്കിലും ചിലപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. 20,000 ഈ പറയുന്ന ആളുകൾ മുസ്ലിമായി.
ووقع المأثم عند المسلمين واليهود والنصارى والمجوس. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ സങ്കടം, ആ വ്യസനം, വിഷമം അത് മുസ്ലിമീങ്ങളെ പോലെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര്, നസാറാക്കളും മജൂസികൾക്കും അനുഭവപ്പെട്ടു. ഒരു വ്യസനം, വിഷമം. وفي بعض النسخ أسلم 10,000 بدل 20,000. 10,000 ജൂതന്മാരും നസാറാക്കളും മജൂസികളും മുസ്ലിമീങ്ങളായി അദ്ദേഹം മരിച്ച ദിവസത്തില്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ പറയാണ്, ഇമാം ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത സമയത്ത് അബാ സഹൽ ബിൻ സിയാദിൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് യഖൂലു, അബ്ദുല്ലാഹി ബിൻ അഹ്മദ് പറയുന്നത് കേട്ടിരുന്നു, എന്റെ വാപ്പ എപ്പോഴും പറയും, ഖൂലു ലി അഹ്ലിൽ ബിദഅഇ ബൈനനാ വ ബൈനകും യൗമുൽ ജനായിസ് ഹീന തമുർ. ബിദഅത്തിന്റെ ളലാലത്തിന്റെ ആളുകളോട് നിങ്ങൾ പറയേ, നമുക്കും നിങ്ങളുടെ ഇടയിൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ദിവസം മരിക്കണം എന്നാണ്. അന്ന് ആള് കൂടുന്നത് എവിടെ നിങ്ങൾ നോക്കുകൊണ്ടിരിക്കും. അന്ന് അഹ്ലുസുന്നന്റെ ആളുകളുടെ ആധിക്യം അതായിരുന്നു. ഇന്ന് അഹ്ലുസുന്നന്റെ ആളുകളുടെ ആധിക്യം ഒരു പക്ഷേ ഇതിന് എതിരാകും, വളരെ തുച്ഛമായിരിക്കും. അന്ന് അഹ്ലുസുന്നയ്ക്ക് ഇസ്സത്തും പ്രതാപവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുമായിരുന്നു മുസ്ലിം ലോകത്ത് ഭൂരിപക്ഷവും. ദലാലത്തിന്റെ ആളുകൾ വെല്ലെണ്ണാവുന്നവരായിരുന്നു. അല്ലാഹുൽ മുസ്തആൻ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്ന സമയത്ത് ഇതായിരുന്നു അവസ്ഥ. എന്നാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളായിരുന്ന ഇബ്നു അബീ ദുആദ്, അന്നത്തെ ഏറ്റവും വലിയ ഖാദിയായിരുന്നു, ആ മനുഷ്യന്റെ ദുരവസ്ഥ നിങ്ങൾ കേട്ടു. ലം യഹ്തഫിൽ അഹദൻ ബിമൗതി. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആരും ഇങ്ങനെ ഒരുമിച്ച് കൂടുകയോ ആരെങ്കിലും തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. വലമ്മ മാത മാ ശയ്യഅഹു ഇല്ലാ ഖലീലുൻ മിൻ അഅ്വാനി സുൽത്താൻ. രാജാവിന്റെ സഹായികൾ, ജോലിക്കാര് അറിയില്ലേ, ജോലിക്കാര്, അങ്ങനത്തെ കുറച്ച് ആളുകൾ വന്നിട്ടാണ് ആ മനുഷ്യനെ കൊണ്ടുപോയി മറമാടിയതും കുഴിച്ചിട്ടതും. വലാലത്തിന്റെ ബിദഅത്തിന്റെ ആ മനുഷ്യനെ. അതേപോലെ തന്നെ ഹാരിസ് ബിൻ അസദുൽ മുഹാസിബി എന്ന് പറയുന്ന അഹ്ലുസുന്നക്കെതിരായിരുന്നു, ദലാലത്തിന്റെ മാർഗത്തിലായിരുന്നു. ബിശ്ർ ബിൻ ഖിയാത്തുൽ മിർരീസി, ഇവരുടെയൊക്കെ സ്ഥിതി അത് തന്നെയായിരുന്നു. വകാന ഉംറുഹു യൗമ മാത 77 സന. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്ന സമയത്ത് 77 വയസ്സായിരുന്നു. വഅയ്യാമൻ അഖല്ല മിൻ ഷഹ്റിൻ. ഒരു മാസത്തിലേറെ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളും, ഒരു മാസം പൂർത്തിയാകാതെ വളരെ കുറഞ്ഞ ദിവസങ്ങളും. റഹിമഹുല്ലാഹ് വഗഫറ ലഹു وأعلى درجته في العليين وجمعنا الله بهم في الفردوس الأعلى. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഈ അഇമ്മത്തുകൾ അവർ കാണിച്ചെന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ, ആ മൻഹജിലും ആ അഖീദയിലും മുന്നേറാൻ, അതിലായി ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം.